നമസ്കാരം. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ ഒത്തുകളിയും നടന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വ്യാപകമായി കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻ റീഡബിളിൽ ഡിജിറ്റൽ വോട്ടർ റോളുകളും CCTV ദൃശ്യങ്ങളും ഉടൻ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിലെയും വോട്ടർ രജിസ്റ്റർ, പോളിംഗ് ശതമാനം എന്നിവയിലെയും തിരിമറി, കള്ളവോട്ട് തുടങ്ങിയവയിലൂടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചെന്ന് രാഹുൽ ഗാന്ധി മുമ്പ് ആരോപിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായെന്നും ഇത് അവിശ്വസനീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ വെറും 6 മാസത്തിനുള്ളിൽ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഭരിക്കുന്ന നാഗ്പൂർ സൗത്ത് വെസ്റ്റ് 29,219 പുതിയ വോട്ടർമാരെ ചേർത്തുവെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ വെറും 5 മാസത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ 8% വളർച്ചയുണ്ടായി. ചില ബൂത്തുകളിൽ 20 മുതൽ 50% വർധനമുണ്ടായി. അജ്ഞാതരായ വ്യക്തികൾ വോട്ട് ചെയ്തതായി BLOമാർ റിപ്പോർട്ട് ചെയ്തു. വിലാസമില്ലാത്ത ആയിരക്കണക്കിന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയാണ്. ഇവ ഒറ്റപ്പെട്ട പിഴവുകളല്ല, ഇത് വോട്ട് മോഷണമാണ്. അതുകൊണ്ടാണ് മെഷീൻ റീഡബിൾ ഡിജിറ്റൽ വോട്ടർ റോളുകളും CCTV ദൃശ്യങ്ങളും ഉടൻ പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നാണ് രാഹുൽ ഗാന്ധി കുറിച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനായി രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു. ജൂൺ 12 ഇമെയിൽ വഴിയാണ് കത്തയച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാർലമെന്റ് പാസാക്കിയ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ, അതോടൊപ്പം കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുന്നു. കൂടാതെ നിയമസഭാ മണ്ഡല തലത്തിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വികേന്ദ്രീകൃത രീതിയിലാണ് നടക്കുന്നതെന്നും ഇതിൽ 100 മുതൽ 186 ബൂത്ത് ലെവൽ ഓഫീസർമാർ, 288 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ, 139 നിരീക്ഷകർ, 41 പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷൻ നിയമിച്ച 288 റിട്ടേണിംഗ് ഓഫീസർ, മഹാരാഷ്ട്രയിലുടനീളം 1,26,000 ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്നിവർ ഉൾപ്പെടുന്നുവെന്നും ഇതിൽ കോൺഗ്രസിന്റെ 28,421 പേർ ഉൾപ്പെടുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന കോൺഗ്രസ് നേതാവിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പാടി തള്ളുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബന്ധമാണെന്ന് കമ്മീഷൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമത്തോടുള്ള അനാദരവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വസ്തുതകളെല്ലാം 2024 ഡിസംബർ 24 തന്നെ കോൺഗ്രസിന് നൽകിയ മറുപടിയിൽ പുറത്തുവിട്ടിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അട്ടിമറി നടന്നുവെന്ന് വീണ്ടും രാഹുൽ ഗാന്ധി ആരോപിക്കുകയും വോട്ടിംഗിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞതോടെ കമ്മീഷൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയായിട്ട് രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതായത് ജൂൺ 12 ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു ലെറ്റർ അയക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഒരു ചർച്ചയ്ക്ക് നമ്മൾ വരാം എന്ന് കമ്മീഷൻ തന്നെ പറയുകയാണ്. പക്ഷേ ഇതുവരെയായിട്ട് രാഹുൽ ഗാന്ധി ഒരക്ഷരം ഇതുവരെയായിട്ട് വേണ്ടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.